പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യൂദാസിൻ്റെ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. നാം അധികം ചിന്തിക്കാത്തതും എന്നാൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടതുമായ ഒരു ഭാഗമാണിത്. 1 കൊറിന്തോസ് 11-ാം അധ്യായം 27-ൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്: ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് അവിടുത്തെ ശിഷ്യനായിരുന്നില്ല, ഒരു യഹൂദ തീവ്രവാദിയായിരുന്നു. മാനസാന്തരത്തിന് ശേഷമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വെളിപാടുകൾ ദൈവം വിശുദ്ധ പൗലോസിന് നൽകിയത്. ഈശോയ്ക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ വ്യക്തമായ അടയാളവും തെളിവും ആണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു: ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. അയോഗ്യതയോടെ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചാൽ നമ്മുടെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അയോഗ്യതയോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്നാൽ എന്താണ്? യേശുവിൻ്റെ ആദ്യത്തെ കുർബാനയിൽ പങ്കെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യൂദാസ്. നല്ല ഉദാഹരണമാണ് യൂദാസിൻ്റെ ജീവിതം. വിശുദ്ധമായ വിചാരങ്ങളല്ലായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. ധനമോഹത്തിന് വിധേയനായ അല്ലെങ്കിൽ അതിനടിമപ്പെട്ട പശ്ചാത്തപിക്കാത്ത അവസ്ഥയിലായിരുന്നു യൂദാസ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. നാം എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ യൂദാസിനെ പോലെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തകളും ധനമോഹവും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം വെച്ചുകൊണ്ട് നാം വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മിൽ യേശു വസിക്കുമോ എന്ന് നാം ചിന്തിക്കണം. നാം ചെയ്തു പോകുന്ന ഏതു വലിയ തെറ്റാണെങ്കിലും യേശു ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ നാം പശ്ചാത്തപിക്കണം. പാപമോചനം നേടിയ ശേഷം യേശുവിൻ്റെ ശരീരവും രക്തവും നാം സ്വീകരിക്കണം. അപ്പോഴാണ് നാം യേശുവിലും യേശു നമ്മിലും വസിക്കുന്നത്. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചാൽ നമ്മുടെ തന്നെ ശിക്ഷാവിധിക്ക് നാം കാരണമാകുകയാണ്. നാം നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാതെ എല്ലാവരോടും ക്ഷമിച്ചും സമാധാനത്തിൽ പ്രവർത്തിച്ചും സ്നേഹത്തിൽ നിലനിന്നും കൊണ്ട് വേണം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ. അപ്പോഴാണ് നാം സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറുന്നത്. നാം വിശുദ്ധിയിൽ വരുന്നതും അപ്പോഴാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.